വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവിക ശുശ്രൂഷകൾ ധാരാളം പേരുടെ ജീവിതത്തിൽ അനുഗ്രഹകരമാകുന്നു എന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവ് 61:3 സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അതിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെയാണ് യേശു പറഞ്ഞത്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ബന്ധനങ്ങളെ അഴിക്കാനാണ്, നുകങ്ങളെ പൊട്ടിക്കാനാണ്, സാത്താന്യ പ്രവൃത്തികളെ തകർക്കാനാണ്. വേണം ഇങ്ങനെ പറയാം, ഇരുട്ടിന്റെ പ്രവൃത്തികളെ തകർക്കാനാണ്. എന്നെ കേൾക്കുന്ന സാധാരണ ജനങ്ങൾ ചോദിക്കും, പാസ്റ്ററെ, ഞങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടോ, ഞങ്ങൾക്ക് അതിന് കഴിയുമോ? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. Those who believe in my name. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, അവരെൻ്റെ നാമത്തിൽ പുതുഭാഷകളിൽ സംസാരിക്കും, അവരെൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കരം വെച്ച സൗഖ്യമാവും, സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്ന സാത്താന്യ പ്രവൃത്തികളെ നമ്മുടെ വരുതിയിൽ വരും. ആ നാമത്തിൽ കീഴടങ്ങാത്ത ഒന്നുമില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആമേൻ. വിശ്വസിക്കാൻ തയ്യാറായാൽ അഭിഷേകം നുകങ്ങളെ പൊട്ടിക്കുകയാണ്. വചനത്തിന്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിനായി നന്ദി പറയുന്നു. ഇന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഭവനത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം വെണ്ണീർ, ചാരം, ഒരു പ്രതീക്ഷയില്ല. There shall no more any hope. അവിടെ ദൈവം പറയും, അത് അലങ്കാരമാക്കാൻ പോവുകയാണ്. ആ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അലങ്കാരം, മാന്യത, തല ഉയർത്തുന്ന അനുഭവം. ഹല്ലേലൂയ. ആ നിന്ദകളുടെ നടുവിൽ ഈ പരാജയപ്പെട്ട വ്യക്തിയാണോ ഇത്? ഈ തകർന്ന വ്യക്തിയാണോ ഇത്? അവരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ പ്രശംസിപ്പാൻ ഒന്നുമില്ലായിരുന്നല്ലോ, എങ്ങനെ ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അത്ഭുതം നടന്നു എന്ന് പറയത്തക്ക ലെവലിൽ ഒരു ദൈവപ്രവൃത്തി. വെണ്ണീറിന് പോലെ അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതയില്ല. നമുക്കറിയാം, ദുഃഖമോ വലിയ പ്രത്യേകിച്ചുള്ള ഡിപ്രഷനെ, അങ്ങനെയുള്ള പ്രയാസങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ശാന്തതയ്ക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കാണും, അല്ലെങ്കിൽ കൗൺസിലിംഗ് കാണും. പക്ഷെ ആനന്ദതൈലമില്ല. ഒരു സൂപ്പർ മാർക്കറ്റിലും വലിയ മാളുകളിൽ ലഭിക്കത്തില്ല. അതൊന്നും അവൈലബിൾ അല്ല. നിങ്ങൾ നെറ്റിൽ എവിടെ അടിച്ചു കൊടുത്താലും ആമേൻ, ആനന്ദതൈലം ലഭിക്കത്തില്ല. അത് സ്വർഗമാണ് തരുന്നത്. നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്, നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കുക. ദൈവമേ, നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. മോർ ദാൻ യുവർ കമ്പാനിയൻസ് he will anoint you with oil of joy. You hate what is wrong, love what is good. നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന ദൈവവേദലേ, സ്വർഗം നിനക്ക് വേണ്ടി ഒരു പക്ഷേ ഒരു വെണ്ണീറിന്റെ അനുഭവമായിരിക്കാം, ഒരു പക്ഷേ ദുഃഖത്തിന്റെ അനുഭവമായിരിക്കാം. പരിശുദ്ധാത്മാവിന്റെ ആ ശബ്ദം ഞാൻ നിങ്ങളുടെ മേൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്. ദൈവം അവസ്ഥകളെ മാറ്റും. യു ഹാവ് ടു ബിലീവ് ദ ട്രൂത്ത്. അതാണ് കർത്താവിനിടയിൽ വരുന്നവരെല്ലാം കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കത് കഴിയും. ഡു യു ബിലീവ് ദാറ്റ് ഐ ആം ഏബിൾ? അന്തനോട് ചോദിച്ചു, നീ അത് വിശ്വസിക്കുന്നു? യെസ് ലോർഡ്. എന്റെ സാഹചര്യങ്ങൾ മാറുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ പാസ്റ്ററെ, തലവഴങ്ങാരം കാണാം, അയ്യോ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇനിയും രക്ഷയിൽ എത്ര നാളുടെ ഉള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വേറൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടാണ്, നീ വാലല്ല തലയാകും, താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കും. ആ റിപ്പോർട്ടാണ്, യു വിൽ ബി ഹെഡ് നോട്ട് ദ ടെയിൽ, ഓൾവേസ് അബോവ് നോട്ട് ബിനീത്ത്, യു ലെൻഡ് ടു ദ നേഷൻ, ഷാൽ നോട്ട് ബോറോഡ് ഫ്രം എനിവൺ. നീ ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടാൻ പ്രാർത്ഥിക്കുന്ന ദൈവവേദനയെ നിന്നെ ദൈവം സമ്മതിക്കത്തില്ല. നീ പ്രാർത്ഥിച്ചാൽ മതി. മരുഭൂമിയിൽ മന്ന പൊഴിഞ്ഞ പോലെ, കാടപ്പക്ഷികൾ പറന്നു വന്ന പോലെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ നദി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒഴുക്കുകയാണ്. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാണ്.
കുടുംബം. വിഷണ മനസ്സിന് അയ്യോ എനിക്ക് തകർന്നിരിക്കും, എനിക്ക് ആരുമില്ല, അയ്യോ ഞാൻ നിരാശാന്ന് പറയുന്നതിന് പോലും ദൈവത്തെ സ്തുതിക്കുക. അതാ വചനം പറ, അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായപ്പോൾ വചനം പറയുന്നു, അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ. Something great, extraordinary, supernatural had happened in their life. ജയിലുകളുടെ വാതിലുകൾ തുറക്കുകയാണ്. കാരാഗ്രഹ പ്രമാണി വന്ന് മുമ്പിൽ വീഴുകയാണ്. എല്ലാവരുടെയും ചെയിനുകൾ അഴിഞ്ഞുപോയി. ആരാധിക്കണം. വിഷണ്ണ മനസ്സിൽ സ്തുതി എന്ന പറയണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ, യഹോശബാദ് ദൈവത്തെ ആരാധിച്ച് മുന്നേറുമ്പോൾ അവന്റെ ശത്രുക്കൾ മുഴുവൻ കാവൽ പുരമുറ്റത്ത് ശവങ്ങളായി. ആരാധന നീ നിർത്തരുത്. എത്ര എതിർപ്പുകൾ ആരാധനയ്ക്കെതിരെ ഉണ്ടെങ്കിലും നീ ആരാധന നിർത്തരുത്, പ്രാർത്ഥന നീ നിർത്തരുത്. കാരണം നിന്റെ ആ വെണ്ണീറിനെ അലങ്കാരമാലയാക്കാൻ നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. നിന്റെ കണ്ണുനീരിനെ അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. വിഷണ്ണ മനസ്സിനെ സ്തുതി എന്ന മേലാണ്. അതുകൊണ്ട് ആ വചനം പറയുന്ന, കണ്ണുനീർ താഴ്വരയിൽ കൂടി അവർ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി മാറ്റും. ആരാ? നീ ബിൽഡിംഗ് ആണെങ്കിൽ. അതുകൊണ്ട് ആ വചനം പറയുന്ന, ഫോർ ഓൾ ദ പ്രോമിസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ആർ യെസ് ഇൻ ഹിം ആമേൻ. നമ്മൾ ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തുവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. ആമേൻ. അതുകൊണ്ട് എന്ത് കേട്ടാലും ആമേൻ പറഞ്ഞോണം. നെഗറ്റീവിന് പറയരുത്. നമുക്ക് അനുഗ്രഹകരമായ വിടുതൽ വരുന്ന, നമ്മളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ യെസ് അത് സംഭവിക്കട്ടെ. അല്ല സക്കറിയ പറഞ്ഞു, അയ്യോ ഞാൻ വയസ്സനാ, ഞാൻ വൃദ്ധനാ, അതൊക്കെ സംഭവിക്കുമോ എന്ന് പറയുന്നതിന് പകരം കർത്താവിൻ്റെ അമ്മ പറഞ്ഞ പോലെ പറയണം, അങ്ങനെയെങ്കിൽ അതുപോലെ ഭവിക്കട്ടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലിഖലാപാറഹാദ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുകയാണ്. മുഖങ്ങൾ പൊട്ടിമാറുകയാണ്. ഒരു വലിയ ബലം, ഒരു ജീവൻ പല കുടുംബങ്ങളുടെ മേൽ. എനിക്കറിയാം ഒരു വലിയ അഭിഷേകത്തിൻ്റെ ഒരു ചേഞ്ച് നടക്കുക കുടുംബങ്ങളുടെ മേൽ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷിഫ്റ്റിങ് നടക്കണം. എത്ര പേര് എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു ഷിഫ്റ്റിങ് നടക്കുകയാണ്. ആ തകർച്ചകളിൽ നിന്ന് ആ പച്ചവെള്ളം രുചിയും ഗുണവും നിറവുമുള്ള വീഞ്ഞായി മാറി പോലും ദൈവത്തിന്റെ മഹത്വത്താൽ കേട്ടോ സിയോനിലെ ദുഃഖന്മാർക്ക് വെണ്ണീറിന് പോലെ അലങ്കാരമാണ്. നിന്ദകളെല്ലാം മാറും. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുകയാണ്, കാവൽ പുരമുറ്റത്ത് കടന്ന മൊർദെഖായി, ഹാമാന്റെ ശത്രു. പക്ഷേ ഹാമാന്റെ ഭാര്യ പറയുന്നുണ്ട്, അവൻ യഹൂദനാണെങ്കിൽ നീ എൻ്റെ മുമ്പിൽ വീണുകൊണ്ട് എന്നെ കേൾക്കുന്ന ജീവിതമേ, നീ സ്തുതിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ശത്രു നിന്റെ മുമ്പിൽ വീണുകൊണ്ടിരിക്കുക. നിനക്കെതിരെ നിൽക്കുന്നവർ, അത് ഞാൻ വ്യക്തി ജീവിതങ്ങളെ കുറിച്ചല്ല പറയുന്ന, സാത്താൻ ദുഷ്ടൻ ഉപയോഗിക്കുന്ന വ്യക്തികൾ നിന്റെ മുമ്പിൽ കാരണം അവർക്ക് ജയിക്കാൻ കഴിയത്തില്ല. യിരെമ്യാവിനോട് പറയുന്നുണ്ട്, അവർ നിന്നോട് പോരാടും, പക്ഷെ അവർ ജയിക്കത്തില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം. വെണ്ണീറിന് പോലെ അലങ്കാരമാല, ദുഃഖത്തിന് പകരം ആനന്ദമില്ല. വിഷണ്ണ മനസ്സ് സ്തുതി എന്ന ഈ ദൈവം മാനിക്കാൻ തുടങ്ങിയാൽ ഹാമാനോട് രാജാവ് ചോദിക്കുന്നത്, എങ്ങനെയാണ് രാജാവ് ഇച്ഛിക്കുന്ന പുരുഷനെ? രാജാവിന്റെ കുതിരപ്പുറത്ത് രാജാവിന്റെ വസ്ത്രം. ദൈവം അങ്ങോട്ട് തുടങ്ങിയാലുണ്ടല്ലോ, ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയാൽ, ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങിയാൽ. അതുകൊണ്ട് ആ സംഘടനക്കാരൻ ദാവീദ് പറഞ്ഞു, ഹി പ്രിപ്പയർഡ് ദ ടേബിൾ ബിഫോർ മൈ എനിമീസ്. എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ അവനിക്ക് മേശയൊരുക്കുക. ദൈവം മാനിക്കുന്ന പരസ്യമായിട്ടായിരിക്കും കേട്ടോ. ഒരു പക്ഷെ നിന്ന പരസ്യമായിട്ടാണെങ്കിൽ, അല്ല നീ അനുഭവിക്കുന്ന വേദന അത് നിങ്ങൾ പേഴ്സണലായിരിക്കും. പക്ഷെ മാനിക്കുന്നത് പബ്ലിക്കായിട്ട് ദൈവത്തിന് പ്രോമിസ് പറയൂ. ദൈവം നിന്നെ ഉയർത്താൻ പോകും. ധൈര്യമായിട്ടിരുന്നു. ഒരത്ഭുതം ദൈവത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യും. വലിയൊരു ഷിഫ്റ്റ് നടക്കുകയാണ്. ആമേൻ. അത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ. പ്രത്യേകിച്ച് ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ മടിക്കല്ലേ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.